ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കാലിക്കറ്റ് SM സ്ട്രീറ്റിൽ പോയി പർച്ചേസ് ചെയ്യുന്നൊരു വീഡിയോ. അപ്പോൾ നമ്മൾ അവിടുന്ന് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ കാലിക്കറ്റ് SM സ്ട്രീറ്റിൽ പോയിട്ട് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. അതിന് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുതരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കാലിക്കറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ എടുക്കുന്നത് ഒരു ചെരുപ്പാണ് കേട്ടോ. ഈ ചെരുപ്പ് ഞാൻ ഉമ്മാക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഡെയിലി പുറത്തൊക്കെ പോകുമ്പം ഇടാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അത്യാവശ്യം വാങ്ങാനും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയാണ്. 300 രൂപക്ക് ഓക്കെയാണ്. പിന്നെ വരുന്നത് ഒരു ടീഷർട്ടാണ്. ഇതിപ്പോൾ ഞാൻ അവിടുന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 350 രൂപയാണ്. 350 രൂപക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടോപ്പ് തന്നെയായിട്ട് തോന്നിട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഒരു പാരച്യൂട്ട് പാൻറ്റാണ്. അപ്പോൾ ഈ പാൻറ്റ് എല്ലാവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇതേ കണക്ക് ഒരു മോഡൽ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ അത് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 850 രൂപയാണ്. അതിനുള്ള ഭയങ്കര ക്വാളിറ്റി ഉണ്ട് എനിക്ക് തോന്നി. സോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചുരിദാറാണ്. ഇത് നമ്മൾ ബ്ലോഗിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുള്ള ഷോപ്പ് കേട്ടോ. മെറ്റീരിയൽ അല്ല, ചുരിദാറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചുരിദാർ. ഇതിൻ്റെ കളറും മെറ്റീരിയലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2000 സംതിങ് അത്ര വരുന്നുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ചുരിദാറിനും 2000 സംതിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ഇതിന് ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. പിന്നെ വരുന്നത് ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഷർട്ട് ഞാൻ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ ബ്രദറിന് വീട്ടിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ പള്ളിക്ക് നിസ്കരിക്കാൻ പോകുമ്പോഴൊക്കെ യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല വില കുറവിന് വാങ്ങിച്ചതാണ്. ഇവിടെ 300 രൂപ എങ്ങാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് വീട്ടിലൊക്കെ പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേറെ ആർക്കും ഡ്രസ്സ് കാലിക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഇൻ കേസ് എന്തെങ്കിലും വലുപ്പം കൂടുകയാണെങ്കിലും ചെറുതാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാണ്ട് മഴയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഡ്രസ്സ് ആർക്ക് എടുത്ത് വെച്ചാൽ മെഹറാക്കാണ്. അതായത് എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് മെഹറ കേട്ടോ. അപ്പോൾ ഓൾക്ക് എടുത്ത ഡ്രസ്സാണ് ഇത്. ഒരു പാൻറ്റും ഒരു ഷർട്ടും കേട്ടോ. ഷർട്ട് വരുന്നത് ഒരു പിങ്ക് ഷർട്ടാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഷർട്ട്. ഫിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഫിറ്റിംഗ് ഒക്കെ കറക്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു പാൻറ്റും ഒരു ഷർട്ടും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് ഒരു ചെരുപ്പാണ് കേട്ടോ. പിന്നെ ഈ ചെരുപ്പ് വാങ്ങിയതിൽ തന്നെ നമ്മൾ ആകെ മൂഞ്ചിരിക്കുകയാണ്. ഇത് അവർക്ക് സൈസ് കറക്റ്റ് അല്ല. ഇത് ചെരുപ്പ് വരുന്നത് ചെറുതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാറ്റിക്കാൻ വേണ്ടി കാലിക്കറ്റ് വരെ പോകണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് തിരൂരിൽ നിന്ന് ഡ്രസ്സ് എടുക്കുക? അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുപോയി മാറ്റി കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ ഇന്നലെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. നമുക്ക് ഡ്രസ്സ് എടുക്കുന്നതിനേക്കാളും വില വരുന്നത് ഈ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കുമ്പോഴാണ് കേട്ടോ. അവരുടെ ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റ് വരുന്നുണ്ട്. ഡ്രസ്സിന് ചെരുപ്പിനൊക്കെ ഭയങ്കര റേറ്റാണ് വരുന്നത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് മാമൻ്റെ പിള്ളേർക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെയിലി വെയർസ് വാങ്ങിച്ചിട്ടോ. 2 പാൻറ്റും 2 ഷർട്ടും വാങ്ങിച്ചിട്ടുണ്ട്. പാൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. ഷർട്ടിനും അതേ വില തന്നെയാണ്, 100 രൂപ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ടും ക്വാളിറ്റിയും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി വെയർസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാലിക്കറ്റ് വരെ പോയതല്ല, ഇനിയിപ്പോൾ അവർക്ക് വിഷമം വേണ്ട എന്തെങ്കിലും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ അവർക്ക് ഡെയിലി വെയർസ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടോ. പിന്നെ ഇതിനുള്ളത് ഞാൻ മേടിക്കാത്തുള്ളത് സൈസ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ വരെ പോകുന്നത് റിസ്ക് ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കാലിക്കറ്റ് SM സ്ട്രീറ്റിൽ പോയി ഡ്രസ്സ് എടുത്താലും ഇപ്പോൾ നമ്മൾ നാട്ടിൽ തിരൂർ വന്ന് ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. പിന്നെ കാലിക്കറ്റിൽ ഒരുപാട് സർപ്ലസിൻ്റെ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം റേറ്റ് കുറവ് തന്നെ എല്ലായിടത്തും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവാണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത് 200-250 രൂപേൻ്റെ ക്രോപ്പ് ടോപ്സും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കാലിക്കറ്റ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു വാച്ചാണ് കേട്ടോ. ഈ വാച്ച് ഞാൻ ബ്രദറിന് വേണ്ടി വാങ്ങിച്ചതാണ്. വാച്ച് വരുന്നത് ഒരു കാസിയോൻ്റെ ഒറിജിനൽ അല്ല, ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ വാച്ച് ഞാൻ ബ്രദറിന് വേണ്ടി വാങ്ങിച്ചു അവിടെ നിന്ന്. പിന്നെ അവന് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് 2-3 ക്രോപ്പ് ടോപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സർപ്ലസ് ഷോപ്പിൽ നിന്നൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് ക്രോപ്പ് ടോപ്സിനൊക്കെ വരുന്നത് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. അപ്പോൾ 250 രൂപയ്ക്കുള്ള ക്വാളിറ്റിയും വെർത്തും ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്ന ക്രോപ്പ് ടോപ്പ് ഒരു വൈറ്റുമ്പോൾ ഗ്രീൻ ലൈന് വരുന്നൊരു ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വേറൊരു മെറ്റീരിയലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാത്തിനും റേറ്റ് വരുന്നത് 250 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു ഗ്രേ കളറിൽ വരുന്നൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോളേജിലേക്ക് പോകുമ്പോഴും ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്സ് ആണ് കേട്ടോ അതൊക്കെ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ബാഗാണ്. അപ്പോൾ ഈ ബാഗ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ജിമ്മിന് പോകുമ്പോൾ യൂസ് ആക്കുന്ന ബാഗാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതല്ല, സിസ്റ്ററിന് വേണ്ടി സിസ്റ്റർ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ വരുന്നത് ഒരു ഷൂ ആണ്. അപ്പോൾ ഈ ഒരു ഓഫ് വൈറ്റ് ഷൂ വാങ്ങിച്ചതിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് 900 രൂപയാണ്. അപ്പോൾ അതിന് നല്ല വർത്തായിട്ട് തോന്നി. നമ്മളിപ്പോൾ ഇവിടുന്ന് തിരൂരിനൊക്കെ ഒരു ഷൂ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 1600-700 വേണ്ടി വരും സ്റ്റാർട്ടിങ്. അപ്പോൾ കാലിക്കറ്റ് ഷൂവിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫൈനലി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ചെരുപ്പാണ്. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കാലിക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ബൈ.